ഈ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ഈ അധികാര വർഗത്തിന് യാതൊരു വിധമായ പ്രതിബദ്ധതയും ഇവിടുത്തെ ജനങ്ങളോടില്ലേ? അത് കേന്ദ്രത്തിനോടും ചോദിക്കുന്നു, സംസ്ഥാന സർക്കാരുകളോടും ചോദിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ആരും മൃഗങ്ങളെ കൊല്ലാനൊന്നും പറയുന്നില്ല, പക്ഷെ ഇതിന്റെ പ്രജനന വർധനവില്ലാതാക്കണം. ഞാൻ നോക്കട്ടെ, ഇവിടെ തെരുവിലൂടെ പോകുന്ന പട്ടികളെ പിടിച്ചുകൊണ്ട് നിങ്ങൾ വന്യം ജീവിക്കാറുണ്ടല്ലോ. എന്താ ആ പട്ടികൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ലേ? ഇല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. കൊന്നെടുക്കലല്ല അതിന്റെ മാർഗം. ഒന്നുകിൽ ഇവ കാട് വിട്ട് നാട്ടിലേക്ക്, മല വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇന്ന് നമുക്ക് കാണാം, പത്തനംതിട്ടയുടെയും ഇടുക്കിയുടെയും പോലെയുള്ള മലയോര മേഖലകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എല്ലാ റബ്ബർ തോട്ടത്തിന്റെയും പൈനാപ്പിൾ തോട്ടത്തിന്റെയും റബ്ബർ വലിയ വിഷയം വരാനില്ല, എന്നാൽ പോലും റബ്ബറും തൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല. വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുത്തിപ്പറിക്കും. അവിടെയൊക്കെ തകര ഷീറ്റുകൾ ലക്ഷങ്ങൾ മുടക്കി കർഷകർ ചുറ്റും വേദിയായി ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. കടം എടുത്തും പാട്ടത്തിനെടുത്തും നടത്തുന്ന ചെറിയ കർഷകരുണ്ട്, ഇടനിലക്കാരുണ്ട്. സഹകരണ വകുപ്പിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് വായ്പ എടുത്തിട്ടാണ് കൃഷി ഇറക്കുന്നത്. ഈ കൃഷി വല്ലതും കിട്ടിയിട്ട് വേണം ജീവിക്കാനെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ഊമാര് രാത്രി കൂട്ടത്തോടെ വന്ന് കുത്തിമറിച്ചിട്ടിട്ട് പോകുന്നത്. ഇനി ഇതിന് അബദ്ധവശാൽ ഒരു പന്നി ഒരുത്തന്റെ പറമ്പ് വീണ് ചത്തന്നിരിക്കട്ടെ, അവനകത്തു പോയില്ലേ? അവനകത്തു പോവും. അപ്പോ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഡീൻ കുര്യാക്കോസിന്റെ കത്തിന് മറുപടിയായി കൊടുത്തിട്ടുള്ള പട്ടിക 1 ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 വന്ന മൃഗങ്ങൾ അത് മനുഷ്യൻ അപകടകാരികളാകുന്നുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം. അല്ലാതെ കേന്ദ്ര സർക്കാർ ശുദ്ധജീവി ആക്കിയില്ല എന്ന് പറഞ്ഞ് തോക്കിയിരിക്കുകയല്ല വേണ്ടുന്നത്.